നെയ്യാറ്റിങ്കര അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 7 പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതാണ്. ആ രഹസ്യമൊഴി ഇപ്പോൾ അടച്ചിട്ട കോടതിക്ക് മുൻപാകെ വായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പ്രോസിക്യൂഷൻ വീണ്ടും ഇക്കാര്യത്തിൽ വാദം ഉന്നയിക്കുന്നുണ്ട്. അത് പെൺകുട്ടിയുടെ കുടുംബ പ്രശ്നങ്ങൾ പ്രതി മുതലെടുത്തു. അതായത് നമുക്കറിയാം, ഈ പെൺകുട്ടി തന്നെ അവരുടെ പരാതിയിലടക്കം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, ഭർത്താവുമായി അകന്നു കഴിയുന്ന സമയത്ത് ഗാർഹിക പീഡന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് പങ്കുവയ്ക്കാനാണ് MLA-യുമായി പരിചയപ്പെട്ട് തുടങ്ങിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബ പ്രശ്നങ്ങൾ പ്രതി മുതലെടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഇത് മറ്റൊരു ടേണാണ്, ഈ വാദമുഖങ്ങളുടെ മറ്റൊരു ടേണായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇതുവരെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞത് പെൺകുട്ടി വിവാഹിതയാണെന്നുള്ള കാര്യം മറച്ചുവെച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഗാർഹിക പീഡന വിവരങ്ങൾ പങ്കുവച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് പ്രോസിക്യൂഷൻ ആയുധമാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പെൺകുട്ടിയുടെ കുടുംബ പ്രശ്നങ്ങൾ പ്രതി മുതലെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രതി ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വിജയകുമാർ, നമുക്ക് കോടതിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിവരം, ഈ കേസിന്റെ വാദം രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നടന്ന വാദം പൂർത്തിയായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം കോടതിയിൽ പ്രോസിക്യൂഷന്റെയും അതേപോലെ തന്നെ പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തുള്ള ഇക്കാര്യത്തിലെ കോടതി തീരുമാനം നമുക്ക് അറിയുകയും ചെയ്യാം. വിജയകുമാർ.